നമ്മുടെ മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസിലെ ഫർസയുടെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കാർണിവൽ വന്നിട്ടുണ്ട് കേട്ടോ. മഞ്ചേരി കാർണിവൽ എന്ന പേര്. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻട്രി ടിക്കറ്റ് കുറച്ച് കൂടുതലാണ്, 50 രൂപയാണ് എൻട്രി ടിക്കറ്റ്. പക്ഷേ അതിന് മാത്രമൊന്നും ഉള്ളിൽ കാണാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സാധാരണ ഉണ്ടാവുന്ന കോട്ടക്കൽ ഫെസ്റ്റും മലപ്പുറം ഫെസ്റ്റിൻ്റെ ഒന്നും അത്ര സ്റ്റോളുകളൊക്കെ ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് കുറവാണ്. എന്തായാലും പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വൈകുന്നേരം കുറച്ച് നേരം ഒന്ന് കയറി കറങ്ങി പോരാനൊക്കെ പറ്റും. വലിയൊരു ജയൻ ഫീലൊക്കെ കറങ്ങുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാം. ആമസോൺ ഫോറസ്റ്റ് ഇൻ മഞ്ചേരി, ഇഗ്വാന ഇൻ മഞ്ചേരി എന്നൊക്കെ ബോർഡ് ഒക്കെ കണ്ടിട്ടോ. പുറത്ത് തന്നെ മഞ്ചേരി കാർണിവൽ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ കളർഫുള്ളായിട്ടുള്ള കുറേ ചെടികളൊക്കെ വെച്ച് ആ ഏരിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ബേഡ്സിനെ ഇങ്ങനെ ഓപ്പണായിട്ട് തുറന്നിട്ടേക്കാണ്. കുറേ ലവ് ബേഡ്സും കുറേ പല ടൈപ്പ് തത്തകളും കുറേ ബേഡ്സ് ഉണ്ട്. ഇത് ഫുള്ളിങ്ങനെ ഒരു ചേമ്പർ പോലെ ക്ലോസ് ചെയ്തിട്ടിട്ടേ പക്ഷികൾ കൂട്ടിലല്ലാണ്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന പക്ഷികളാണ്. അതാണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. നമുക്കിടയിൽ കൂടി ഇങ്ങനെ നമ്മളുടെ ഇടയിൽ കൂടിയൊക്കെ പക്ഷികൾ ഇങ്ങനെ പറന്ന് നടക്കും. കുറേ ടൈപ്പ് കോഴികളൊക്കെ ഉണ്ട്. കുറേ ടർക്കി കോഴികളും താറാവുകളും ഒക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഓപ്പണായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു ഓപ്പൺ ബേർഡ് പാർക്ക് ഉണ്ടല്ലോ, നമ്മൾ കുറേ സ്ഥലത്ത് പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ലൈറ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറേ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞയും പിങ്കും ഒക്കെ കളറുള്ള നല്ല ഭംഗിയുള്ള കുറേ ചെടികളൊക്കെ വെച്ച് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് അവർ പറഞ്ഞ ആമസോൺ ഫോറസ്റ്റ് ഇൻ മഞ്ചേരി. പിന്നെ ഒരു ഇഗ്വാനേനൊക്കെ പിടിച്ചൊരാൾ നിൽക്കുന്നുണ്ട്. അതിനടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ ഒരു ചതുപ്പ് നിലം പോലെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ കുറേ താറാവുകളൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കണ ഒരു തടാകം പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കുറേ താറാവുകളുണ്ട് കേട്ടോ. കുറേ വലിയ ടൈപ്പ് കോഴികളും താറാവുകളും ഒക്കെ കൊത്തി തിന്നൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു സൂലൊക്കെ നമ്മൾ കാണൂലേ, ഓപ്പൺ സൂലൊക്കെ കാണുന്ന പോലെ കാണാം കേട്ടോ. കുറേ ഭംഗിയുള്ള കുറേ കളർ ചെടികൾ, പ്ലാസ്റ്റിക്കും ഒറിജിനലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ കൂട്ടിലുള്ള പല ടൈപ്പ് തത്തകൾ, കുറേ വെറൈറ്റി തത്തകളൊക്കെ, പല പല കളറിലുള്ള ലവ് ബേഡ്സും തത്തകളും കുറേ ഒരുപാട് ടൈപ്പ് ബേഡ്സിനെ ഇങ്ങനെ കൂട്ടിലിട്ടേക്കാണ്. അതിനെയൊക്കെ കാണാൻ കൗതുകമുള്ള കുട്ടികൾക്കും ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുറേ ടൈപ്പ് ബേഡ്സിനെ കാണാം. അതുപോലെ ഈ ലവ് ബേഡ്സൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കുറേ എണ്ണത്തിനെ കാണാം കേട്ടോ. കുറേ നല്ല ഭംഗിയുള്ള ചെടികൾക്കിടയിലൂടെയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കാണുന്നത്. അത് കഴിഞ്ഞ് ആ ഏരിയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ കഴിഞ്ഞ് നമ്മൾ സ്റ്റോളുകളിലേക്ക് നടക്കുകയാണ്. സ്റ്റോളുകൾ ഫസ്റ്റ് നമുക്ക് കാണാൻ കുറേ ടോയ്സൊക്കെ വെക്കണ ഒരു ഷോപ്പ് കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റോൾ, കുറേ ടോയ്സ്, കുട്ടികളുടെ കിച്ചൺ സെറ്റും എല്ലാം ചെറിയ ചെറിയ വിലകൾ കേട്ടോ. അങ്ങനെ കുറേ ടോയ്സിൻ്റെതായിട്ടുള്ളൊരു ഷോപ്പ്. അല്ലാണ്ട് ഒരുപാട് ഷോപ്പുകളൊന്നുമില്ല, ആകെ ഈ 2-3 ഷോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് ഈ പഴയ മിഠായികളും മുറുക്കും അങ്ങനത്തെ പൊരി ഫ്രെയിംസ് അങ്ങനത്തെയൊക്കെ കിട്ടണ ഒരു സ്നാക്സൊക്കെ കിട്ടണ ഷോപ്പ് കേട്ടോ. കണ്ടോ, നല്ല പൊരി, നമ്മളെ ഈ പൂരത്തിനൊക്കെ ഉണ്ടാവുന്ന പോലത്തെ പൊരിയുണ്ട്. പിന്നെ ഈ മുറുക്ക് പോലത്തെ ഫ്രെയിംസ്, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഫ്രെയിംസ്, അങ്ങനെ കുറേ ടൈപ്പുള്ള ഫ്രെയിംസുകൾ. പിന്നെ ഈ അരിമുറുക്ക് കാണുമ്പോൾ നല്ല നാടൻ അരിമുറുക്കാണ് എഴുതിയിട്ടുണ്ട്. ചെറിയ വട്ടത്തിലുള്ളതും വലിയ അരിമുറുക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ 30 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് അരിമുറുക്കൊക്കെ വാങ്ങി. പിന്നെ കുറേ പല പല കളറിലുള്ള ഹൽവകളുണ്ട് കേട്ടോ. കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്പ് ഹൽവകൾ, അപ്പം എല്ലാ കളേഴ്സിലും. ഇനി ഓരോരുത്തന്ന് വേണമെങ്കിൽ അത് മാത്രമുണ്ട്. പിന്നെ നമ്മളെ പണ്ടത്തെ കുറേ മിഠായികൾ, ആട്ടിമിഠായിയും പുളിയച്ചാറും ജീരക മിഠായിയും പിന്നെ കടല ഉള്ളിൽ വെച്ചിട്ടുള്ള മിഠായി, ഗോൾഡ് കോയിൻ മിഠായി, അങ്ങനെ കുറേ ലോസഞ്ചർ മിഠായിയും അങ്ങനെ കുറേ തേൻ മിഠായി, കുറേ വെറൈറ്റി മിഠായികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലോസഞ്ചർ മിഠായിയും അങ്ങനെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുറേ ടൈപ്പ് മസാല കടലകൾ, പിന്നെ കപ്പലണ്ടി മിഠായി, അങ്ങനെ കുറേ മിഠായികളുണ്ട് കേട്ടോ. ആകെ ഈ 2 സ്റ്റോള് മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. അത്ര തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. 1-2 സ്റ്റോളിനുള്ള സ്പേസും കൂടി ഇനിയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ പൊട്ടറ്റോ വേൾസ്, പാനിപൂരി, അത് രണ്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ സ്നാക്സിൻ്റെ കൗണ്ടറും വളരെ കുറവാണ്. ഈ പൊട്ടറ്റോ വേൾസും പാനിപൂരിയും പിന്നെ ഒരു ഗോബി ഫ്രൈ കിട്ടും. നമുക്ക് കോളിഫ്ലവർ പൊരിച്ചത്, മുളക് ബജി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് ബജി പോലും ഇല്ല. അവർ പറഞ്ഞു കോളിഫ്ലവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് കോളിഫ്ലവറൊക്കെ വാങ്ങി. 60 രൂപയാണ് കേട്ടോ. പൊട്ടറ്റോ വേൾസിനും കോളിഫ്ലവറിനും ഒക്കെ 60 രൂപയാണ്. അതിനൊരു ലേഡി അവിടെ ഇങ്ങനെ പൈസ കളക്ട് ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കൊടുത്തിട്ട് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വളരെ കുറച്ച് ചെറിയൊരു സെറ്റപ്പിൽ കുറച്ച് നേരം മാത്രം, ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് കണ്ട് തീരും. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഉണ്ടല്ലേ, ഗോപിയും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ കേട്ടോ. നല്ലൊരു കോട്ടിങ്ങൊന്നും കാണില്ല. മസാല കോട്ടിങ്ങൊക്കെ വളരെ കുറവാണ്. സാധാരണ ഉണ്ടാവണം അത്രയൊന്നും ടേസ്റ്റ് ഇല്ല. പിന്നെ കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ 1-2 ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളുണ്ട്. പിന്നെ ഈ കുട്ടികൾ ചാടി കളിക്കുന്ന ബലൂൺ ഫിൽഡായിട്ടുള്ള സാധനമുണ്ട്. പിന്നെ വലിയൊരു ജയൻറ്റ് വീലുണ്ട് കേട്ടോ. ആ ജയൻറ്റ് വീല്, പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വട്ടത്തിൽ കറങ്ങുന്ന കാറ്, എയറോപ്ലെയിന്, അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടോറുണ്ട് കണ്ടോ. ഇങ്ങനത്തെ അതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ചാടി കളിക്കാനും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഫസ്റ്റുള്ള 50 റുപ്പീസ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ടിക്കറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോ ഗെയിംസിനും 40, 60 ആ ഒരു റേഞ്ചിൽ എല്ലാത്തിനും എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ 1-2 ചെറിയ ടോയ്സിൻ്റെ സ്റ്റോളും ഫാൻസിയുടെ സ്റ്റോളൊക്കെ ഇങ്ങനെ ഓപ്പൺ സ്പേസിലുണ്ട്. ഇത്രയൊക്കെ തന്നെ കടകളുള്ളൂ കേട്ടോ.
കണ്ടില്ലേ അങ്ങനെ ടോയ്സൊക്കെ വെക്കണ ചെറിയ 1-2 ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വെറുതെ തുറന്നായ സ്ഥലത്തിരിക്കേണ്ട ഉള്ളിലെ സ്റ്റോളല്ലാണ്ട് പുറത്തുള്ളത്. പിന്നെ ഒരു വലിയ മരണക്കിണറുണ്ട്. പിന്നെ ഇങ്ങനെ പോപ്കോൺ, ചീസ് പോപ്കോണും കരാമൽ പോപ്കോണൊക്കെ കിട്ടുന്ന ഒരു പോപ്കോണിൻ്റെ ഷോപ്പ്. പിന്നെ ഇതാണ് ഈ മുംബൈക്കാരുടെ മുംബൈ വെൽ ഓഫ് ഡെത്ത് എന്ന് എഴുതിയ കാറും ബൈക്കും ഒക്കെ ഉള്ള വലിയ മരണക്കിണറുണ്ട്. അത് കാണാത്തവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടോറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, 100 രൂപക്ക് 10 വെടി വെക്കാം. അതിൽ 6 എണ്ണം കൊണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട്. അപ്പോൾ ശരി, കഴിഞ്ഞു.